ഹലോ, വെൽക്കം ബാക്ക് ടു ജിഞ്ചർ ഹബ്. ഇന്നത്തെ റെസിപ്പി കറാച്ചി ഹൽവയാണ്. സാധാ ഹൽവ ഉണ്ടാക്കുന്നതിനും വളരെ എളുപ്പത്തിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹൽവയാണ് ഇത്. പാകിസ്ഥാനിലെ കറാച്ചിയിൽ ഫേമസ് ആയിട്ടുള്ള ഹൽവയായതുകൊണ്ടാണ് ഈ ഹൽവയ്ക്ക് കറാച്ചി ഹൽവ എന്ന പേര് വന്നത് കേട്ടോ. കറാച്ചി ഹൽവയെ ബോംബെ ഹൽവ എന്നും പറയാറുണ്ട്. അപ്പോൾ ഈ ഹൽവ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. സാധാ ഹൽവ പോലെയല്ല, ഈ ഹൽവ ഉണ്ടാക്കാൻ കോൺഫ്ലവറാണ് വേണ്ടത്. ആദ്യം ഒരു ബൗളിലേക്ക് 1 കപ്പ് കോൺഫ്ലവർ ആഡ് ചെയ്യാം. ഇതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ച് കട്ടകളില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് മാറ്റി വെച്ച ശേഷം ഒരു പാനിലേക്ക് 2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് പഞ്ചസാര നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം. നിങ്ങളുടെ കയ്യിൽ റോസ് വാട്ടർ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ റോസ് വാട്ടർ ആഡ് ചെയ്യുന്നുണ്ട്. ഇതൊരു നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഇത് ഓപ്ഷണലാണ്, ഇതില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി ലോ ഫ്ലെയിമിൽ വെച്ച ശേഷം കോൺഫ്ലവർ മിക്സർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച ശേഷം കൈ വിടാണ്ട് തന്നെ ഇളക്കി കൊടുക്കുക. ഇനി ഇതൊന്ന് ചെറുതായിട്ട് തിക്കായി തുടങ്ങുമ്പോഴത്തേക്കും 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യ് നന്നായിട്ടൊന്ന് അബ്സോർബ് ആയി കഴിഞ്ഞാൽ വീണ്ടും ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുക. അങ്ങനെ ടോട്ടൽ ഞാനിപ്പോൾ ഒരു 6 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കോൺഫ്ലവർ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കൈ വിടാണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ കുക്ക് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇനി ഒരു 5 തുള്ളി ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. ഫുഡ് കളർ ആഡ് ചെയ്യാതെ നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഞാനിത് ഹൽവ കുറച്ച് അട്രാക്റ്റീവായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഫുഡ് കളർ ആഡ് ചെയ്യുന്നത്. ടേസ്റ്റ് എല്ലാം സെയിം തന്നെയാണ്, ഫുഡ് കളർ ആഡ് ചെയ്യാതെ ഉണ്ടാക്കാം. ഇനി 1 ടീസ്പൂൺ ഏലക്ക ചേർക്കാം. അതിനുശേഷം കുറച്ച് നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബദാമോ കാഷ്യൂനട്ടോ എന്ത് വേണേലും ആഡ് ചെയ്യാം. ഇനി ഒരു 3 മിനിറ്റ് കൂടെ കുക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഹൽവയിൽ നിന്ന് നെയ്യ് തെളിഞ്ഞു തുടങ്ങും. അതാണ് ഹൽവയുടെ കറക്റ്റ് പാകം കേട്ടോ. ഈ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ. എന്നാലും ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇനി ഇത് നമുക്കൊരു ട്രേയിലേക്ക് മാറ്റാം. അതിനായിട്ട് ട്രേയിൽ നെയ്യ് പുരട്ടിയ ശേഷം ബദാമും കാഷ്യൂനട്ടും ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് വെളുത്ത എള്ളൂടെ ചേർത്ത ശേഷം ഹൽവ മിക്സ്ചർ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് 1 മണിക്കൂറത്തേക്ക് സെറ്റ് ചെയ്യാൻ വയ്ക്കാം. ഇപ്പോഴിത് 1 മണിക്കൂറായിട്ടുണ്ട്. ഹൽവ ഈസി ആയിട്ട് തന്നെ ഡീമോൾഡായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഈ ഡീമോൾഡായിട്ട് വന്ന ഈ ഹൽവ നമുക്ക് ഇഷ്ടാനുസരണം കട്ട് ചെയ്തെടുക്കാം. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഹൽവയാണ്. ഉണ്ടാക്കാനും വളരെ ഈസി അല്ലേ. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് കാണുന്നവരെ ബൈ.